യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സങ്കീർത്തനം 138 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നു എന്നെ ശക്തിപ്പെടുത്തി. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളുടെ സ്വർഗീയ പിതാവിൻ്റെ വചനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം, ചിന്തിക്കാം. കർത്താവ് തന്ന വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നാം വിളിച്ചപേക്ഷിച്ച നാളുകളിൽ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കണം. നമ്മുടെ കാരുണ്യവാനായ കർത്താവ് വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കും. ഇന്നേ ദിവസം കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, എവിടെ ഇരുന്നാലും എൻ്റെ സഹോദരങ്ങളാണ് അവരെല്ലാം. യേശുവേ, ഞാൻ എൻ്റെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ആവശ്യങ്ങളെല്ലാം അങ്ങ് നടത്തി കൊടുക്കണമേ. കൃപയാൽ അവരെ നിറയ്ക്കണമേ. ഈ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യകരം ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹവാത്സല്യത്താൽ അവരെ എല്ലാം നിറയ്ക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.